തന്നെ ബോട്ട് എടുത്ത് ഇറങ്ങി. അപ്പോഴേ തന്നെ ബോട്ട് എടുത്ത് ഇറങ്ങി. ഉടുത്ത ഡ്രസ്സോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഭക്ഷണവും സാധനങ്ങളൊക്കെ അതൊക്കെ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ കൂടി പോകുമല്ലോ. ഇന്നലെ സത്യത്തിൽ ഞങ്ങള് രണ്ടുപേരും വിഷമിച്ചായിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട് അവരടുത്ത്. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങള് ഈ പറഞ്ഞ 8:30 മണി വരെ ഇവിടെ ഞങ്ങള് പിന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതാ. അതുവരെ ആരും ഇല്ലായിരുന്നു. വരാന്ന് പറയാണ്ട് ഒരു വരാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞിരുന്നാല് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങള് രാത്രി ഭക്ഷണം കഴിച്ചില്ല, കടത്തിന്റെ കടന്നുറങ്ങിയത്. 2018 പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന്റെ പല മേഖലകളിലും രക്ഷയ്ക്കായി എത്തിയിരുന്നത്. ഇപ്പോൾ ഈ പ്രളയ കാലത്തും അതേ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ആളുകളുടെ രക്ഷയ്ക്കായി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകാനായി ഓടിയെത്തിയത്. അങ്ങനെ 2 പേരാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കൊല്ലത്തുനിന്നാണല്ലേ വന്നത്? കൊല്ലത്തുനിന്നാണ്, വാടിയെന്നാണ്. എപ്പോൾ എത്തിയത്? ഞങ്ങൾ 4 ദിവസമായി. ഈ മേഖലകളിൽ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയോ? വേറെ പോയില്ല. ഈ ഇവിടെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രളയ സമയത്ത് വന്നിരുന്നു. എവിടെയൊക്കെയായിരുന്നു ഒന്ന് പോയെ? അന്ന് ആറന്മുളയിലൊക്കെ ആയിരുന്നു. അന്നത്തെ അത്ര ഇല്ല അല്ലേ? ഇപ്പൊ വലിയ പ്രശ്നമില്ല. ഇന്ന് അത്രയും പ്രശ്നമൊന്നും ഇല്ല. ഒഴുക്കായിരുന്നില്ലേ അന്ന്? ഭയങ്കര അടിയൊഴുക്ക് മാതിരിയായിരുന്നു. വെള്ളമൊന്നും പിടിച്ചിട്ടൊന്നും കിട്ടാത്ത സമയം ഉണ്ടായിരുന്നു അന്നേരം. ഇപ്പൊ ഈ മഴക്കാലത്ത് ആ പ്രളയം ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റൂ. വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ സമയത്തായിരുന്നു നിങ്ങൾ രക്ഷക്കായി എത്തിയത്. അതെ, ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാനും പോയി വരാം. എന്താ ചേട്ടന്റെ പേരെന്താ? ഫ്രാൻസിസ് ബെഞ്ചമിൻ. ചേട്ടന്റെ പേരെന്താ? സ്റ്റാൻലി. അന്നുണ്ടായിരുന്നു 2018 2019 ഉണ്ടായിരുന്നു. 2019 മുൻകരുതലായിട്ട് കടപ്പറ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തായിരുന്നു. 2018 പിന്നെ അല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഭാഗത്തായിരുന്നു. ഇപ്പൊ ആര് വിളിച്ചിട്ടാ ഇവിടത്തേക്ക് എത്തിയത്? ഇവിടെ ഇപ്പോഴും ഞങ്ങളവിടെ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളായിരുന്നത് ശരി തന്നെ, അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നത് ശരി തന്നെയാണ്. പിന്നെ ബിന്ദുകൃഷ്ണ മന്ത്രി ബിന്ദുകൃഷ്ണ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞ് ഇതുപോലെ പ്രളയമാണ്, പോകണമെന്ന് പറഞ്ഞ് ആ പ്രകാരം ഞങ്ങൾ വന്നു. അപ്പോൾ തന്നെ ബോട്ട് എടുത്ത് ഇറങ്ങി. അപ്പോഴേ തന്നെ ബോട്ട് എടുത്ത് ഇറങ്ങി. ഉടുത്ത ഡ്രസ്സോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഭക്ഷണവും സാധനങ്ങളൊക്കെ അതൊക്കെ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ കൂടി പോകുമല്ലോ. ഇന്നലെ സത്യത്തിൽ ഞങ്ങള് രണ്ടുപേരും വിഷമിച്ചായിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട് അവരടുത്ത്. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങള് ഈ പറഞ്ഞ 8:30 മണി വരെ ഇവിടെ ഞങ്ങള് പിന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതാ. അതുവരെ ആരും ഇല്ലായിരുന്നു. വരാന്ന് പറയാണ്ട് ഒരു വരാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞിരുന്നാല് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങള് രാത്രി ഭക്ഷണം കഴിച്ചില്ല, കടത്തിന്റെ കടന്നുറങ്ങിയത്. എന്തായാലും ഇങ്ങനെ അവർ പല ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. അധികൃതർ പറയുമ്പോൾ അപ്പോൾ വള്ളവും എടുത്ത് അല്ലെങ്കിൽ ബോട്ടും എടുത്ത് ഇങ്ങോട്ട് എത്തുന്നവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. അവരെ ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും നൽകി ആദരിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കടമ. ഇതിനുശേഷം ഞങ്ങൾ കിരൺ ശ്യാമിനൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.